سريت من حرامي ليلا إلى حرامي كما سار البدر فيه ذاج من الظلام. ഈ വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഇസ്രാ രാപ്രയാണത്തെ സംബന്ധിച്ചാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത്. അത് നേരെ നബിതങ്ങളോടുള്ള അഭിസംബോധനയായിട്ടാണ് പറയുന്നത്. സറൈത്ത, അങ്ങ് രാപ്രയാണം നടത്തി, ലൈലൻ, രാത്രിയുടെ ഒരു കുറഞ്ഞ സമയത്ത്, മിൻ ഹറമി, ഒരു ഹറമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന്, ഇലാ ഹറമി, മറ്റൊരു ഹറമാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്. കമാ സറൽ ബദുറു, പൂർണ്ണചന്ദ്രൻ രാപ്രയാണം നടത്തുന്നത് പോലെ, ഫിദാജിം മിനൽ ദുലമി, ഇരുട്ടുള്ള രാത്രിയിൽ. അഥവാ ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചന്ദ്രനോട് ഉപമിക്കാൻ. ചന്ദ്രൻ ആളുകൾക്ക് പ്രകാശം നൽകും, അതുപോലെ തന്നെ വലിയ ദിശാസൂചികയാണ് ചന്ദ്രൻ രാത്രിയിൽ എന്നതുപോലെ ഇരുളടഞ്ഞ ഹൃദയങ്ങളിലേക്ക് ഈമാനിന്റെ പ്രഭചരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുപോലെ തന്നെ സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കി തന്ന അങ്ങനെയുള്ളൊരു ദിശാസൂചികയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നർത്ഥത്തിൽ ചന്ദ്രനോട് ഉപമിക്കുകയാണ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആമുൽ ഹിജ്ർ എന്ന് പറയുന്ന ദുഃഖവർഷം. അബൂ ത്വാലിബ് എന്നവരും അതുപോലെ തന്നെ പ്രിയപത്നിയായിരുന്ന ഖദീജ ബീവിയും രണ്ടാളും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താങ്ങും തണലുമായിരുന്നു. അവര് വിട പറഞ്ഞതോടുകൂടെ ശത്രുക്കൾക്ക് വലിയ അവസരമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേട്ടയാടാൻ. ആ സമയത്ത് ത്വായിഫിലേക്ക് പോവാണ്. ത്വായിഫിലും അഭയമില്ല എന്ന് കണ്ടപ്പോ അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാണ്. ആ ഒരു സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാവും അതിനുശേഷമുള്ള മിഅ്റാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കുന്നത്.